മലപ്പുറം വേങ്ങരയിൽ MDMA കിട്ടാത്തതിനെ തുടർന്ന് യുവാവ് അമ്മയെയും സഹോദരിയും അടിച്ച് പരിക്കേൽപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ 11.5 ഗ്രാം MDMA പിടികൂടി. കോഴിക്കോട് ചെറുവറ്റക്കടവിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ 32 ഗ്രാം MDMA പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് 2 പേർ കസ്റ്റഡിയിൽ. പാലക്കാട് പട്ടാമ്പിയിൽ വൻ MDMA വേട്ട, 200ഓളം ഗ്രാം മയക്കുമരുന്നുമായി 3 പേർ പിടിയിൽ. കൊച്ചി പൊന്നുരുന്നിയിലെ ലോഡ്ജിൽ MDMAയുമായി 7 യുവാക്കൾ പിടിയിൽ. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകനടക്കം 3 പേർ നെയ്യാറ്റിൻകരയിൽ MDMA പിടിയിൽ. 7.5 കിലോ കഞ്ചാവുമായി ആലപ്പുഴയിൽ അതിഥി തൊഴിലാളി പിടിയിൽ. കൊച്ചിയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവിന്റെ വരവ് വർദ്ധിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടെ പിടികൂടി 37 കോടിയുടെ കഞ്ചാവ്. ഞാൻ ഈ വായിച്ചത് അത്രയും ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാത്രം ന്യൂസ് ഡെസ്കിലേക്ക് വന്ന നമ്മുടെ റിപ്പോർട്ടർമാർ അയച്ചു തന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളാണ്. മൊത്തം പറയാൻ നമുക്ക് സമയം തികയില്ല, അത്ര അധികമുണ്ട്. അമ്മമാരെ കഴുത്ത് വെട്ടിക്കൊന്ന മക്കളുടെയും അച്ഛനെ അടുക്കളയിൽ കൊണ്ടിട്ട് വെട്ടിക്കൊന്ന മകന്റെയും വാർത്തയും വന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപൊന്നും വലിയ അടുത്താണ്. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന സ്ഥിരം ക്ലീഷേ പറഞ്ഞാൽ പോരാ, ജാഗ്രതയ്ക്കൊപ്പം നല്ല പേടിയും ഭയവും വേണം. നമ്മുടെ ഈ ജില്ലക്കകത്ത് കേരളം ഒട്ടുകൊണ്ട് എന്നാലും ഒരു വലിയ വിപത്താണ് സംഭവിച്ചിരിക്കുന്നത്. ആ വിപത്തിൽ എന്റെ മോനും കൂടി ഒരു കണ്ണിയായി. ഒരു 6-7 മാസം കൊണ്ട് ഈ ഒരു വലിയ, ഇന്ന് രാവിലെ എന്റെ മോനോട് സംസാരിച്ച സമയത്ത് അവൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ജില്ലയില് വലിയൊരു ശൃംഖല എല്ലാ കോളേജ് കേന്ദ്രീകരിച്ച് എല്ലാം പ്രവർത്തിക്കുന്നു. ഒരു വലിയ വിപത്ത്. അതിൽ എന്റെ മോൻ എന്നുള്ള ഒരു പ്രത്യേകതയില്ല. എന്റെ മോന്റെ കൂട്ടുകാർ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ എന്റെ മോനായിരിക്കും അവരെ തെറ്റിച്ച, അല്ലെങ്കിൽ അവരെ അവനെ തെറ്റിച്ചോ, അതൊന്നുമല്ല എന്റെ തർക്കം. അവരെയും രക്ഷപ്പെടുത്തണം. എന്റെ മോനെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്നു മുതൽ, ഇനി എന്റെ 27 വയസ്സുണ്ട്, എന്റെ കൂട്ടത്തുണ്ട്, ഇനി ഞാനിത് ഉപയോഗിക്കില്ല, ഇതിനെതിരെ തന്നെ ഞാൻ നിൽക്കും എന്ന് എന്റെ ഒരു വാക്ക് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് വീട്ടിൽ വരുന്ന മകനാണ്, സംസാരിക്കുന്നതാണ്, ഒരിക്കൽ പോലും മനസ്സിലായിട്ടില്ലേ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതായിട്ട്? അല്ല, ഈ 6 മാസം എന്നാണ് അവൻ പറയുന്നത്. 6 മാസത്തിനകത്താണ് ഇങ്ങനെ ഞാൻ ഇത്. പക്ഷെ എനിക്ക് ഒരിക്കലും, ഞാൻ എന്റെ 62 വയസ്സായി, ഞാൻ ഇങ്ങനെയുള്ള ഒരു സാധനം, ഈ സാധനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. ഒരു മുഖവ്യത്യാസമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പോഴും 6 മാസത്തിനകത്ത് എനിക്ക് തോന്നിയത് ശ്രദ്ധിക്കാൻ, ഇവൻ ബാത്റൂമിൽ പോകുമ്പോൾ കൂടുതൽ സമയം ഇരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴ് എനിക്ക് ഇതൊരു അകത്തായിരുന്നു, വല്ലോ വലിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. ഈ കൃത്യങ്ങൾ ചെയ്ത ആളുകളെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. ഇതെല്ലാം ഞാൻ പോലീസിന് ഒരു റിപ്പോർട്ട് കൈമാറും പോലെ തന്നെ കൈമാറും. ആരെയും കുറ്റപ്പെടുത്താനല്ല, ഒരു വലിയ വിഭാഗം പിള്ളേർ നശിച്ചിട്ടുണ്ട്. എൻ്റെ മോനടക്കം. മോനെയും സംരക്ഷിക്കണം, ഈ നാട്ടിലെ മറ്റു പിള്ളേരെയൊക്കെ സംരക്ഷിക്കാൻ ഈ നിമിഷം മുതൽ. ഇന്ന് എൻ്റെ കൂട്ടത്ത് മോനുണ്ടല്ലോ. അവൻ പറയുന്ന ആളുകളെ മുന്നിൽ മോശപ്പെടുത്താനല്ല, ഒരു മാറ്റത്തിന് വേണ്ടി അവനെ ശ്രമിക്കട്ടെ. അവന്റെ കൂട്ടുകാരും ഒക്കെ മാറട്ടെ. ഈ ലഹരി എന്ന വിപത്ത് ഇവിടെ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിഷ്ണുപുരത്തിന് ഓഫീസിൽ നമ്മൾ എത്തുമ്പോൾ വിഷ്ണുപുരത്തിന്റെ മകനും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പേരെന്താണ്? ശിവജി. നിങ്ങൾ എത്ര കാലം കൊണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു? 6 മാസത്തോളമായി. അച്ഛൻ താങ്കളെ പറ്റി ഇപ്പോൾ പറഞ്ഞെങ്കിലും താങ്കൾക്ക് ബോധ്യം ഉണ്ടാകും, താങ്കൾ ഇത്തരത്തിലൊരു MDMA പിടിക്കപ്പെട്ട വ്യക്തിയാണ്, വാസ്തവ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരാളാണ്. ഇത് എങ്ങനെയാണ് ഇതിലേക്ക് ചെന്ന് ചാടിയത്? പല പ്രാവശ്യവും സുഹൃത്തുക്കളോടെ ഇരിക്കുമ്പോഴും വല്ലപ്പോഴും ശകലച്ച് വല്ലപ്പോഴും ഉപയോഗിച്ച് അവരുടെ കൂടെ തന്നെയാണ് ഇങ്ങനെ ആയി പോയത്. ഞാൻ മാത്രമല്ല, പലരും ഇങ്ങനെ തന്നെയാണ് പെട്ടുപോകുന്നത്. താങ്കളുടെ അച്ഛനൊരു പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇത് ഉപയോഗിക്കുന്ന കാര്യം താങ്കൾ പത്രമൊക്കെ വായിക്കുന്ന ആളാണ്. താങ്കൾക്ക് അറിയാമായിരുന്നില്ല ഇത് ഇപ്പൊ അച്ഛൻ പറയേണ്ടി വന്നോ ഇത് മോശമാണെന്ന് അറിയാൻ? ഞാൻ ചെയ്ത തെറ്റ് എന്നെ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കേണ്ടി വന്നു. എനിക്കത് മനസ്സിലാക്കി തരാം.